മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർ സമരത്തിലേക്ക് ജനകീയ സമിതിയാണ് സർക്കാരിനെതിരെ സമരത്തിലേക്ക് നീങ്ങുന്നത്. ദുരന്തം നടന്ന് 7 മാസം കഴിഞ്ഞിട്ടും ഗുണഭോക്താക്കളുടെ സമ്പൂർണ്ണ പട്ടിക പുറത്തുവിടാൻ വൈകുന്നുവെന്നാണ് പരാതി. വീട് ലഭിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ആശങ്ക നിലനിൽക്കുന്നതായും ജനകീയ സമിതി പറഞ്ഞു. ഇതോടെയാണ് സമരത്തിലേക്ക് നീങ്ങുന്നത്. തിങ്കളാഴ്ച ദുരന്തബാധിതർ കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസ സമരവും നടത്തും. അതുപോലെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണഭോക്തൃ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. കാരണം ഈ ഫുള്ളി വാഷ് ഔട്ടായ വീടുകളുടെ കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അത് ഏത് സാഹചര്യത്തിലും അത് വരുന്നുള്ളത്, അവർക്ക് വീട് കിട്ടുന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ മത്തായി സാർ ലൈനിൻ്റെ അകത്തുള്ളതും അതിനപ്പുറത്ത് പുറത്തുള്ള കുറച്ച് ആശങ്കയുള്ള വീടുകളുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഞങ്ങളൊരു കണക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് വെരിഫൈ ചെയ്തിട്ട് അവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഇതുവരെ ചെയ്തില്ല. അതിൻ്റെ ഒരു ആശങ്കയും അതോടൊപ്പം തന്നെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെൻറ്റ് ഭൂമിയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്, സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അത് 10 സെൻറ്റ് ആക്കണമെന്ന് ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനും ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. അർജുൻ PS ചേരുന്നു. അർജുൻ, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ സമരത്തിലേക്ക് നീങ്ങുന്നു. കാരണം ഈ ദുരന്തം നടന്ന് ഇത്രയധികം മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഗുണഭോക്താക്കളുടെ സമ്പൂർണ്ണ പട്ടിക പുറത്തുവിടാത്തത് ഇവർക്ക് വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം പുനരധിവാസം, വീട് ലഭിക്കുന്ന കാര്യം, സാമ്പത്തിക സഹായം ഇവയൊക്കെ ഇങ്ങനെ അനിശ്ചിതമായി നിൽക്കുകയാണ്. എന്തായാലും ജനകീയ സമിതി സമരത്തിനൊരുങ്ങുകയാണ്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, ഏകദേശം 7 മാസം കഴിയാറായി ഇത്തരത്തിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞിട്ട്. പക്ഷെ ഇതുവരെയും പൂർണ്ണമായ ഒരു ലിസ്റ്റ് സർക്കാർ പുറത്തുവിട്ടില്ല. അതായത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ലിസ്റ്റ് പുറത്തുവിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന പരാതി എന്ന് പറയുന്നത്. അതായത് ഇവർ പ്രധാനമായും പറയുന്നത് ഈ പ്രദേശത്തെ പൂർണ്ണമായി തകർന്ന വീടുകൾ മാത്രമാണ് ഈ ലിസ്റ്റിലുള്ളത്. ഈ ജോൺ മത്തായി, അതായത് ഇത്തരത്തിൽ ഈ ശാസ്ത്രജ്ഞനായ ജോൺ മത്തായി ഇവിടെ വന്ന് പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ നിശ്ചയിച്ച ഒരു പരിധിയുണ്ട്. ഇത്ര മീറ്റർ ചുറ്റളവിൽ വീടുകൾ ഇനി പാടില്ല എന്ന് പറയുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധിയിലുള്ള വീടുകളുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണമായും നഷ്ടപ്പെട്ടതല്ല, അല്ലെങ്കിൽ പൂർണ്ണമായും നശിച്ചതല്ല. പക്ഷേ ഈ വീടുകളിൽ ആർക്കും താമസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരെ കൂടി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ ഇവർ ആവശ്യപ്പെട്ടതാണ്. പഞ്ചായത്തും അതുപോലെ തന്നെ ജനകീയ സമിതിയും ചേർന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഗവൺമെന്റിന് നൽകുകയും ചെയ്തു. എന്നാൽ ഈ ലിസ്റ്റ് ഒന്നും ഈ സർക്കാർ പരിഗണിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. അത്തരത്തിൽ ആ വിഷയം പരിഗണിക്കാതെ പൂർണ്ണമായി നഷ്ടപ്പെട്ട വീടുകൾ മാത്രമാണ് ഇത്തരത്തിൽ ഈ പരിഗണിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായും ഇവരുടെ ആക്ഷേപം എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് 2 എസ്റ്റേറ്റുകളാണ് ഇവർ ഈ ഒരു ടൗൺഷിപ്പിനായി ഏറ്റെടുത്തിട്ടുള്ളത്. അത് നെടുമ്പാല എസ്റ്റേറ്റും അതുപോലെ തന്നെ എൽസ്റ്റൺ എസ്റ്റേറ്റും. ഈ 2 ഭൂമിയിലും 10 സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പക്ഷേ ഇപ്പോൾ പറയുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെന്റ് ഭൂമി മാത്രമാണ് ഇതിൽ വിട്ടു നൽകുന്നത്. 5 സെന്റ് ഭൂമിയിൽ മാത്രമാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുക എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. അത് തങ്ങൾക്ക് സ്വീകാര്യമല്ല. 2 എസ്റ്റേറ്റിലും 10 സെന്റ് ഭൂമിയിലധികം 2 ഭൂമി എടുത്തെടുത്ത് ആ 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതുവരെയും ഈ ഒരു സർക്കാരും അതുപോലെ തന്നെ ഈ എസ്റ്റേറ്റ് ഉടമകളും തമ്മിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം ഇതുവരെയും ജനങ്ങളെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇത് പ്രമാണിച്ച്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു സംഗതിയിൽ ആദ്യഘട്ട സമരം എന്ന നിലയിൽ കളക്ടറേറ്റ് മുമ്പിൽ തിങ്കളാഴ്ച ദുരന്തബാധിതരുടെ ഒരു ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്നാണ് പ്രത്യേകമായി ജനകീയ സമിതി പറയുന്നത്. ചെയർമാൻ മനോജ് KJ നമ്മളോട് അറിയിച്ചതും അത്തരത്തിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ആക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ആദ്യഘട്ടം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഒരു ഉപവാസ സമരം ആരംഭിക്കുകയും പിന്നീട് ഇതിന് തീരുമാനമായില്ല എങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിന് തന്നെ മുൻകൈ എടുക്കുമെന്നുള്ളതാണ് പ്രധാനമായും ജനകീയ സമിതി പറയുന്നത്. ശരി, അർജുൻ PS ആണ് വയനാട് നിന്നും വിവരങ്ങൾ നൽകിയത്.